വീഡിയോ എടുക്ക്. അതിന്ന് നാളെ പേരെ കംപ്ലീറ്റ് താമർത്തണം. MDMA ലഹരിയിൽ 2 ഗൂണ്ടകൾ വീട്ടിൽ കയറി പരക്കെ ആക്രമണം നടത്തി. 2 പേർക്ക് തലയ്ക്കും കൈക്കും ഗുരുതര പരിക്ക്. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന 3 ബൈക്കുകൾ കോടാലി പോലെയുള്ള ആയുധം ഉപയോഗിച്ച് വെട്ടിക്കീറി. കമ്പിവടി ഉപയോഗിച്ച് ഗ്ലാസുകൾ തകർത്തു. മലപ്പുറം തിരൂർ പുറത്തൂരാണ് MDMA ഭീകരത അഴിഞ്ഞാടിയത്. ചിറക്കലങ്ങാടി പുളയ്ക്കൽ കുഞ്ഞിമുഹമ്മദിന്റെ വീട്ടിലാണ് പേടൂർ സനൽ എന്ന പല്ലൻ സനലിന്റെ നേതൃത്വത്തിൽ ആക്രമണം നടന്നത്. അതിന്ന് നാളെ പേരെ കംപ്ലീറ്റ് താമർത്തണം. അന്റെ പേരടക്കം വിളിക്കും വന്നി നാളെ ചെയ്യാൻ. അന്റെ ഒപ്പമുള്ള ഒരു മജെടുക്കും ഉണ്ടല്ലേ ആക്കെ നാളെ നേരം വിളിക്കണം. ആ ജിണ്ടുവാ അന്റെ കെട്ടറും കൂടെ പന്നി അപ്പൊ കാണിച്ചരാ. ഏടാ ആൺകുട്ടിയാണെങ്കിൽ നാളെ രാവിലെ 2 വേടാ കെട്ടിറങ്ങിയിട്ട്. രാവിലെ 2 വേടാ ജി ആൺകുട്ടിയാണെങ്കിൽ കണ്ടേ മടിച്ചിട്ടല്ലേ വരല്ലേ. ആൺകുട്ടിയായിട്ട് രാവിലെ പട്ട പകല് അന്ന് ഞാൻ കാണിച്ചതായി. രാവിലെ 2 വാ. രാവിലേക്ക് ബിളം തെണ്ടി തിരിഞ്ഞു നടക്കണമെന്ന് കാണട്ടെ. അനക്കുള്ള രാവിലെ എപ്പോഴല്ല പോയിക്കോ അനക്കുള്ള ഞാൻ തരുവാ നാളെ. അനക്കുള്ള ഞാൻ നാളെ തരും. കുഞ്ഞിമുഹമ്മദിന്റെ മകൻ ഫൈസലിന്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. മറ്റൊരു മകൻ റസാഖിനും പരിക്കേറ്റു. റസാഖ്, അസറു എന്നിവരുടെ വീടുകളാണ് സംഘം ആക്രമിച്ചത്. സനൽ മോഷണം, ലഹരി വിൽപ്പന, ആളുകളെ പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ്. ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിവരം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചിറക്കലങ്ങാടിയിലെ ബാർബർ ഷോപ്പിൽ എത്തിയ ആളെ മാരകമായി ആക്രമിച്ച കേസിലും അയൽവാസികളുടെ വീടുകളിൽ കയറി ആക്രമണം നടത്തിയ കേസിലും സനൽ റിമാൻഡിലായതായിരുന്നു. പുറത്തൂരിലെ പ്രമുഖ ലഹരി മാഫിയ സംഘത്തിലെ അംഗങ്ങളാണ് പ്രതികൾ. തിരൂർ പോലീസ് അന്വേഷണം തുടരുന്നു. മലയാളം ടെലിവിഷൻ, മലപ്പുറം. പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.